ദുബായ് ജോസ് ദുബായ് ജോസ് ദുബായ് ജോസ് എവിടെ നോക്കിയാലും ദുബായ് ജോസ് ഒരു കഥാപാത്രം ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും കാണുന്ന ഒരു നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ഒരു കഥാപാത്രമാണ് ദുബായ് ജോസ്. അതായത് നമ്മുടെ റിയാസ് ഖാൻ, പക്ഷേ റിയാസ് ബായ്, അദ്ദേഹം 20 വർഷം മുമ്പ് ചെയ്തിരുന്ന റോളായിരുന്നു ഈ ഒരു ദുബായ് ജോസ്. ഏത് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിബി മലയിൽ സംബന്ധം ചെയ്ത 2004 ഇറങ്ങിയ ജെറോൾസ് എന്ന സിനിമയിലെ ഒരു നെഗറ്റീവ് റോളാണ് ഈ ദുബായ് ജോസ്. ഇപ്പോൾ ഈ ഒരു 2 ദിവസം കൊണ്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും സ്റ്റാറ്റസിലും റീൽസിലും സ്റ്റിക്കേഴ്സിലും കമൻറ്റ് സെക്ഷനിലും പിന്നെ ഈ സിനിമയുടെ ഒരു യൂട്യൂബ് കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ അവിടെ മൊത്തം അടിച്ചു കയറിക്കൊണ്ടിരുന്ന ദുബായ് ജോസ്. എന്താണ് ദുബായ് ജോസ്? നമുക്കിന്ന് വ്യക്തമായിട്ട് നോക്കാം. അതായത് 2004 റിലീസ് ചെയ്ത ജലോത്സവം, കുഞ്ചാക്കോ ബോബൻ, നെടുമുടി വേണു, നവ്യ നായർക്ക് പ്രധാന കഥാപാത്രങ്ങളായിരുന്ന സിനിമയിലെ ഒരു നെഗറ്റീവ് റോളാണ് ഈ ദുബായ് ജോസ്. ഇപ്പോൾ സമീപകാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രം. ഇദ്ദേഹം ബേസിക്കായിട്ടും ഒരു നെഗറ്റീവ് കഥാപാത്രമാണ്. കാരണം ദുബായ്ക്കാരനായ ദുബായ് ജോസ് അവിടെയാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി കുട്ടനാട്ടിൽ വന്നിട്ട് ഒരു കിങ്ങിനെ പോലെ ജീവിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം കോമഡി എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ കഥാപാത്രം. ഇപ്പോൾ ഏത് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നോക്കുന്ന ഈ ഒരു കഥാപാത്രത്തെ പുകഴ്ത്തുന്നതും സ്റ്റോറി ഇടുന്നതും സ്റ്റാറ്റസ് ആക്കുന്നതും ഒക്കെ ഉള്ള ഒരു തരംഗമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു കഥാപാത്രം ട്രെൻഡിങ് ആയത്? അതായത് നമ്മളിപ്പോൾ ഒരു ഡാൻസിൻ്റെ റീൽസോ അല്ലെങ്കിൽ എന്ന് തോന്നുന്നതിന് തൊട്ട് മുമ്പ് ഒരു ചെറിയൊരു ഡയലോഗ്, അടിച്ച് കയറി വാടാ മക്കളെന്ന് പറഞ്ഞുള്ള ഡയലോഗ്, ഈ ഒരു ഡയലോഗ് മിക്സാക്കി കുറേ റീൽസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് ഏത് കഥാപാത്രമാണ്, ഏത് സിനിമയാണെന്നൊക്കെയുള്ള കുറച്ച് അന്വേഷണ മുഖാന്തരമാണ് ഈ ഒരു കഥാപാത്രം ഇങ്ങനെ ട്രെൻഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അത് മുഖാന്തരമാണ് ദുബായ് ജോസ് ഇവിടെ ഇപ്പോൾ ഒരു തരംഗമായി പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ റിയാസ് ഖാൻ 20 വർഷം മുമ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു കഥാപാത്രം ഇന്ന് ട്രെൻഡിങ് ആവുന്ന അദ്ദേഹത്തിന് പോലും വലിയ ഒരു ധാരണയില്ലായിരുന്നു. അതൊക്കെ മേൽ കീഴ് മറിച്ചാണ് ഇപ്പോൾ ഈ ഒരു കഥാപാത്രം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും പേഴ്സണലി ഈ ഒരു കഥാപാത്രം എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു കഥാപാത്രത്തെ പറ്റി ഒരു കേട്ടറിവേ ഇല്ലായിരുന്നു. ജലോത്സവത്തിൻ്റെ സിനിമ എനിക്കറിയാതെ, പക്ഷേ അതിൽ ഇതിൻ്റെ കഥാപാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ആ ഒരു കഥാപാത്രം, ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ഇപ്പോൾ ആൾ ഓവർ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ 20 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിലെ ഒരു കഥാപാത്രം ഇപ്പോൾ ട്രെൻഡിങ് ആവണമെങ്കിൽ അതിന് ഒരു റേഞ്ച് വേണം. അതും ചുരുങ്ങിയ ദിവസം കൊണ്ട് തീ പോലെ കത്തിക്കയറി ആൾ ഓവർ വേൾഡ് ട്രെൻഡിങ് അടിച്ചൊരു കഥാപാത്രം ദുബായ് ജോസ്. സത്യം പറഞ്ഞാൽ ഈ കഥാപാത്രം ഒരു ഭയങ്കര രസമായി. ഈ കഥാപാത്രത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കാണാനായിട്ട്. കാരണം അടിച്ച് കയറി വാടാ മക്കളെന്ന് പറഞ്ഞൊരു ഡയലോഗും കാര്യങ്ങളും, പിന്നെ ഒരു ദുബായിലൊക്കെ പോയി അത്യാവശ്യം പൈസയൊക്കെ സമ്പാദിച്ച് കുട്ടനാട്ടിലെ കണക്കത്ത് ഒരു നാട്ടിൽ വന്നിട്ട് ഇവിടെ അടിച്ചപ്പോൾ ജീവിക്കുന്ന ഒരു കഥാപാത്രം. അത്യാവശ്യം ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ ആണെങ്കിൽ പോലും ഫുള്ള് കോമഡിക്കാണ് ഈ കഥാപാത്രത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സിബി മലയിൽ ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് ഈ ഒരു കഥാപാത്രം. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് റിയാസ് ഖാൻ ചെയ്തേക്കുന്നത്. അന്ന് 2004 ഈ ഒരു കഥാപാത്രം അധികം വിശേഷിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ട്രെൻഡിങ് ആവുകയോ അല്ലെങ്കിൽ ഇതിനൊരു സവിശേഷത ഉണ്ടെന്ന് പോലും ആരും കരുതിയിരുന്നില്ല. ഇന്ന് ഈ 2024 ഈ ഒരു കാലഘട്ടത്തിൽ ഈ കഥാപാത്രം ഇപ്പോൾ നമ്പർ 1 ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കഥാപാത്രം ട്രെൻഡിങ് ആയി പോകാൻ വേണ്ടി കാരണം റിയാസ് ഖാൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. ഇതാണ് പറയുന്നത്, എല്ലാവർക്കും ഒരു ടൈം വരുമെന്ന്. കാരണം റിയാസ് പല റോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മെയിനായിട്ടും ചെയ്തേക്കുന്ന നെഗറ്റീവ് റോളൊക്കെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അത്യാവശ്യം നല്ല റോളുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഒന്നും ഇങ്ങനെ ഒരു പ്രശസ്തിയോ കാര്യങ്ങളൊന്നും ഈ കഥാപാത്രത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോ ഒന്നും കിട്ടിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ആരും പ്രതീക്ഷിച്ച സമയത്താണ് ഈ ഒരു കഥാപാത്രം കാട്ടുതീ പോലെ എത്തിക്കയറുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. റിയാസ് ഖാൻ എന്ന് പറഞ്ഞ നായകന് ഒരു സ്പേസ് കിട്ടിയല്ലോ എന്നുള്ള കാര്യം വെച്ച് ദുബായ് ജോസ് ഇപ്പം ആൾ ഓവറിൽ കേരള, പുറത്ത്, വേൾഡ് വൈഡ്, ഇൻ്റർനെറ്റ് എല്ലാത്തിനും ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് ഈ ഒരു കാര്യം റിയാസ് ഖാൻ കിട്ടിയിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ആ ഒരു പെർഫെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെ ആ സിനിമ കണ്ടായിരുന്നു. അതായത് ഈ ഒരു കഥാപാത്രം ട്രെൻഡിങ് ആയതിനു ശേഷം ഞാൻ ഇന്നലെ ആ സിനിമ കണ്ട സമയത്ത് ആ സിനിമയുടെ കമൻറ്റ് സെക്ഷൻ മൊത്തം ഇതിനെപ്പറ്റി തന്നെയാണ് ഉള്ളത്. അതായത് ദുബായ് ജോസിൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞ് കുറേ ദുബായ് ജോസ് ഫാൻസ് പവർ കാണിക്കുക, റിയാസ് ബായ് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ എന്നെ പോയി സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു സ്ഥാനം ഇപ്പോൾ കിട്ടിയിരിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അദ്ദേഹത്തിന് അന്ന് ഈ ഒരു കഥാപാത്രം കൊണ്ട് വലിയ തരംഗമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഇന്നത് കിട്ടിയേക്കാണ്. ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ് ആണ്. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്നും ഈ നിമിഷവും ട്രെൻഡിങ് ആണ്. രാവിലെ തന്നെ ഞാനിപ്പം ഫോണൊക്കെ എടുത്ത് നോക്കിയ സമയത്ത് തന്നെ അത്യാവശ്യം ട്രെൻഡിങ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കാണ് ഈ ഒരു ദുബായ് ജോസ് എന്ന കഥാപാത്രം വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത്, ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തായിരുന്നാലും ഒരു 2-3 വീക്ക് അതിൽ കൂടുതലൊക്കെ ഈ ഒരു കഥാപാത്രം ട്രെൻഡിങ് ആകും, പിന്നെ ഇതങ്ങ് പോകുമായിരിക്കും. പക്ഷേ
ട്രെൻഡിങ് ആയതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം 20 വർഷം മുമ്പ് വന്നൊരു കഥാപാത്രം ഇന്ന് ട്രെൻഡിങ് ആയെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. സൂപ്പറായിട്ടാണ് റിയാസ് ഖാൻ പെർഫോം ചെയ്തിരിക്കുന്നത്. ദുബായ് ജോസിൻ്റെ ഒരു തരംഗം തന്നെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായ് ജോസ് അടിച്ച് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി പല പല രീതിക്കുള്ള സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ വരുമായിരിക്കും. അതൊന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു കാര്യമാണ് ദുബായ് ജോസിൻ്റെ കഥാപാത്രം. പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് ആറ്റിറ്റ്യൂഡാണ് കാര്യം ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് കാര്യമിരിക്കുന്നത്. അതാണ് ഒരു പെർഫെക്റ്റ് എനിക്ക് തോന്നിയപ്പോൾ ദുബായ് ജോസിൻ്റെ. അത്യാവശ്യം ഒരു വില്ലനിസം, മാസ്, കോമഡി എല്ലാം കൂടെ അതിൻ്റെ എൻ്റർടൈൻമെൻറ്റൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു കഥാപാത്രത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് വന്നേക്കുന്നത് സബി മൽ എന്ന സംവിധായകൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ദുബായ് ജോസിനെ പറ്റി പറയേണ്ട കാര്യങ്ങൾ. അത്യാവശ്യം ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്നു, വൈറലാകുന്നു കാര്യങ്ങളൊക്കെ. റിയാസ് ഖാന് കിട്ടാത്തൊരു സ്ഥാനം ഇവിടെ കിട്ടുന്നു, ഈ കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുന്നു, അത് ഫേമസ് ആവുന്നു ഉള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ വലിയ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ദുബായ് ജോസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങളെ കണ്ടു കാണുമായിരിക്കും. നിങ്ങളിപ്പം ദിനദിനം വായിക്കുന്ന എല്ലാവരും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ കാണാതെ പോകില്ല. കാരണം അത്രയ്ക്ക് ട്രെൻഡിങ് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം ദുബായ് ജോസ് തരംഗം കേരളത്തിൽ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി വരുന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ സ്റ്റോറിയാക്കുക, ഈ കഥാപാത്രത്തിന് ഒരു സ്ഥാനം കൊടുക്കുക, പ്രൊമോട്ട് ചെയ്യുക. റിയാസ് ഭായിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. കേരളക്കരെ ഏറ്റെടുത്ത് കഴിഞ്ഞു ഈ ദുബായ് ജോസിൻ്റെ കഥാപാത്രം. കേരളവും പുറത്തും ഒക്കെ മലയാളി സംഘം ഏറ്റെടുത്ത് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് ദുബായ് ജോസിൻ്റെ കഥാപാത്രം. ഓക്കെ, അത്രേ പറയാൻ വേണ്ടി പറ്റും. അപ്പം മറ്റു സിനിമ ഇഷ്ടം വന്നിരിക്കുന്നത് പ്രണോ സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.